കൊച്ചിയിലേക്ക് പോവുകയാണ്. ചാന്ദ്രയുണ്ട് വിവരങ്ങൾ നൽകാനായി. ചാന്ദ്ര, പ്രകാശ് രാജ് ജൂറി ചെയർമാനായിട്ടുള്ള ഒരു കമ്മിറ്റി 128 ചിത്രങ്ങളിൽ നിന്ന് 36 തെരഞ്ഞെടുത്തത് വളരെ പ്രയാസപ്പെട്ടാണെന്നുള്ള തരത്തിലുള്ള റിപ്പോർട്ടുകളൊക്കെ ഉണ്ട്. കാരണം ഒന്നിനൊന്ന് മികച്ചതായിരുന്നു ഇത്തവണത്തെ ചിത്രങ്ങളെല്ലാം. അത്രത്തോളം കഥാമൂല്യങ്ങൾ കൊണ്ടും കഥാപ്രമേയങ്ങൾ കൊണ്ടും മലയാള സിനിമയുടെ എക്കാലത്തെയും സാങ്കേതിക വൈദഗ്ധ്യം കൊണ്ടും അമൂല്യമായ ചിത്രങ്ങളാണ് എന്ന തരത്തിലുള്ള ഒരു റിപ്പോർട്ടുകളൊക്കെ ഇങ്ങനെ പ്രചരിക്കുന്നുണ്ട്. അതിൽ എത്രത്തോളം വാസ്തവമുണ്ട് എന്ന് നമുക്കറിയില്ല. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇതിനെ ഒന്ന് വിലയിരുത്താൻ കഴിയുക? പ്രത്യേകിച്ച് കഴിഞ്ഞ പോയ വർഷം മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം 100 കോടി ക്ലബിലെത്തിയ ഒട്ടനവധി ചിത്രങ്ങളുണ്ട്. മമ്മൂട്ടിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ കരിയറിലെ ഏറ്റവും മികച്ച ചിത്രങ്ങളിൽ പ്രധാനപ്പെട്ടത് എന്ന് വേണമെങ്കിൽ കഴിഞ്ഞ വർഷത്തെ പ്രധാനപ്പെട്ടതെന്ന് നമുക്ക് വിശേഷിപ്പിക്കാം. കൊടുമൺ പോറ്റി എന്ന കഥാപാത്രത്തെ അനശ്വരനാക്കിയ മമ്മൂട്ടിയുടെ ആ ചിത്രം. അങ്ങനെ ഒട്ടനവധി ചിത്രങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തുന്നു. പ്രത്യേകിച്ച് നടിമാരുടെ ലിസ്റ്റ് എടുക്കുകയാണെങ്കിൽ നടിമാർ ആരൊക്കെയാണ് സാധ്യതാ പട്ടികയിലുള്ളത്? മറ്റു വിശദാംശങ്ങൾ എന്തൊക്കെയാണ് ചാന്ദ്ര? പറഞ്ഞതുപോലെ തന്നെ ഈ കഴിഞ്ഞ വർഷം 2024 ഒട്ടനവധി സിനിമകളാണ് മലയാളത്തിൽ പുറത്തിറങ്ങിയത്. എല്ലാം തന്നെ കലാമൂല്യമുള്ള സിനിമകളായിരുന്നു എന്നതിനോടൊപ്പം തന്നെ അത് കൊമേഴ്ഷ്യലി വലിയ രീതിയിൽ വിജയമായ സിനിമകൾ കൂടിയായിരുന്നു. കേൾക്കാമോ? ചന്ദ്ര കേൾക്കാം. കൊമേഴ്ഷ്യലി വലിയ രീതിയിൽ വിജയമായ സിനിമകൾ കൂടെയായിരുന്നു. ഒരു കാലഘട്ടം വരെ മലയാള സിനിമയിൽ അവാർഡുകൾക്കായി പ്രത്യേക വിഭാഗ ചിത്രങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ 2020 ശേഷം, കോവിഡിന് ശേഷം മലയാള സിനിമയിൽ ഉണ്ടായ വലിയ വിപ്ലവം തന്നെയാണ് കൊമേഴ്ഷ്യലി നല്ല കഥകൾ വരുന്നു, റൂട്ടഡ് ആയിട്ടുള്ള കഥകൾ വരുന്നു എന്നുള്ളത്. അത്തരത്തിലുള്ള ഒരു പുതുതരംഗം ഉണ്ടായിട്ടുള്ള ഒരു വർഷം കൂടിയാണ് 2024. മികച്ച ചിത്രങ്ങളും മികച്ച പ്രകടനവും മികച്ച പിന്നണി പ്രവർത്തനങ്ങളും നടന്നിട്ടുള്ള കാലമാണ് 2024. മമ്മൂട്ടിയെ കുറിച്ച് പറയുമ്പോൾ ഇത് 2020 ശേഷം ഒരു പ്രത്യേക കാലയളവിനുള്ളിൽ മമ്മൂട്ടിയുടെ ബെസ്റ്റ് എന്ന് പറയാവുന്ന ഒരു സിനിമ മാത്രമാണ് ഭ്രമയുഗം. നിരവധി സിനിമകൾ കൊണ്ട് ഓരോ തവണയും അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന മമ്മൂട്ടിയാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്. ഭ്രമയുഗം ഒന്നുകൊണ്ട് മാത്രം മമ്മൂട്ടിയെ അളക്കാനാകുമെന്ന് തോന്നുന്നില്ല. 2025 അദ്ദേഹം ഞെട്ടിക്കാൻ തിരിച്ചു വരുമെന്നുള്ള പ്രതീക്ഷയിലാണ്. അതുകൊണ്ട് തന്നെ ഭ്രമയുഗത്തിനുണ്ടാകുന്ന നേട്ടം, ഭ്രമയുഗത്തിൽ മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ ഉണ്ടാകാൻ പോകുന്ന നേട്ടം വലുത് തന്നെയാണ്. അദ്ദേഹത്തിന് തിരിച്ചുവരവിന് നൽകുന്ന വലിയൊരു ബഹുമതി കൂടിയായിരിക്കും. അതേസമയം തന്നെ ആസിഫ് അലിയും വിജയരാഘവനും വലിയ രീതിയിൽ പ്രശംസ അർഹിക്കുന്നുണ്ട്. വിജയരാഘവന് പൂക്കാലം എന്ന സിനിമയിൽ കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുൻപാണ് ദേശീയ അവാർഡ് കൂടെ നേടിയിട്ടുണ്ടായിരുന്നത്. തൊട്ടടുത്ത വർഷം കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമി അവാർഡിൽ മികച്ച നടനായി അടുത്തൊരു ചിത്രത്തിലൂടെ വീണ്ടും ഞെട്ടിക്കാനാണ് വിജയരാഘവൻ എത്തുന്നത്. ഇദ്ദേഹത്തിന്റെയും കരിയറിലേക്ക് എടുത്തു കഴിഞ്ഞാൽ വില്ലനായും സഹനടനായും ഹാസ്യ നടനായും എല്ലാം പ്രേക്ഷകരെ ഒരു നീണ്ട കാലഘട്ടത്തിൽ എന്റർടൈൻ ചെയ്തുകൊണ്ടിരിക്കുന്ന നടൻ കൂടിയാണ് വിജയരാഘവൻ. പക്ഷെ കഴിഞ്ഞ കുറച്ച് കാലങ്ങളിലായി അദ്ദേഹത്തിന്റെ സോണുകൾ പലത് മാറി മാറി പരീക്ഷിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. അതിലെ സുന്ദരമായ മറ്റൊരു കാഴ്ചയായിരുന്നു കിഷ്കിന്ധാകാണ്ഡത്തിലെ അപ്പുപിള്ള തീർച്ചയായും വലിയ രീതിയിലുള്ള പ്രശംസ അർഹിക്കുന്നുണ്ട്, ബഹുമതിയും അർഹിക്കുന്നുണ്ട്. ഒരു ഓർമ്മക്കുറവുള്ള അല്ലെങ്കിൽ അൾഷിമേഴ്സ് സമാനമായ രോഗം ബാധിച്ച അപ്പുപിള്ളയെ വളരെ മനോഹരമായിട്ടാണ് അദ്ദേഹം ഓരോ നിമിഷവും സ്ക്രീനിൽ നമുക്ക് അവതരിപ്പിച്ചു തന്നിട്ടുള്ളത്. കൂടെ തന്നെ വലിയ ഇമോഷണൽ ബാഗേജോടുകൂടെ വരുന്ന ആസിഫ് അലിയുടെ കഥാപാത്രം, ആസിഫ് അലിയുടെ മൾട്ടിപ്പിൾ സിനിമകളാണ് അവിടെ കൺസിഡർ ചെയ്യപ്പെടുന്നത്. ലെവൽ ക്രോസ് എന്ന ചിത്രത്തിന് അടിമുടി മാറിയ ഒരു ആസിഫ് അലിയാണ് നമ്മൾ കാണുന്നത്. വേഷത്തിൽ പോലും അദ്ദേഹം കൊണ്ടുവരുന്ന വൈവിധ്യങ്ങൾ ആ കാലത്ത് ചർച്ചയായിരുന്നു. നേരെ തിരിച്ച് അഡിയോസ് അമിഗോസ് എന്ന ചിത്രത്തിലേക്ക് വരുമ്പോൾ അതിൽ നിന്നും വ്യത്യസ്തമായ മറ്റൊരു കഥാപാത്രവും മറ്റൊരു സോണുമാണ് ആസിഫ് സമ്മാനിക്കുന്നത്. 3 പേരുടെയും കഥാപാത്രങ്ങൾ മികച്ചത് തന്നെയാണ്. അതുകൊണ്ട് തന്നെയായിരിക്കാം ഇത്തവണത്തെ സിനിമ അവാർഡ് പ്രഖ്യാപനത്തിനും കാലങ്ങൾക്ക് മുൻപേ, ഇതൊന്നു ദേശീയ അവാർഡ് പ്രഖ്യാപനത്തിനു മുൻപ് തന്നെ സംസ്ഥാന അവാർഡുകൾ എന്താകും എന്നുള്ള ചർച്ചകൾ വരുന്നത്. പല വിഷയങ്ങളിലായി ചർച്ചകൾ ഉന്നയിക്കപ്പെടുന്നത്. ദേശീയ അവാർഡ് ചർച്ച ചെയ്യപ്പെടുന്നതിനോടൊപ്പം തന്നെ അതിനേക്കാൾ പ്രാധാന്യത്തോടെ കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമി അവാർഡ് എങ്ങനെയായിരിക്കും എന്നുള്ളത് ദേശം തന്നെ ചർച്ച ചെയ്യുന്നത്. ഇത്തരത്തിലുള്ള നല്ല സിനിമകൾ, പ്രത്യേകിച്ചും ആവേശം, പ്രേമലു പോലെയുള്ള, മഞ്ഞുമൽ ബോയ്സ് പോലെയുള്ള ചിത്രങ്ങൾ കഴിഞ്ഞ കേരളത്തിന് പുറത്തും വലിയ രീതിയിലുള്ള ചർച്ചയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ചന്ദ്ര, ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ. ഇപ്പോൾ മികച്ച നടി ആരാകുമെന്നുള്ള ഒരു സാധ്യതാ പട്ടിക അത് നമുക്ക് ലഭിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ സൂക്ഷ്മദർശിനിയിലെ പ്രിയദർശിനി അവതരിപ്പിച്ച നസ്രിയയുടെ ഒരു ഇടവേളയ്ക്ക് ശേഷം നസ്രിയ വന്നൊരു ചിത്രമായിരുന്നല്ലോ സൂക്ഷ്മദർശിനി. അപ്പോൾ അതിൽ ഒരുപാട് പ്രേക്ഷക നിരൂപണങ്ങളും ഒപ്പം തന്നെ ഒരു അഭിപ്രായങ്ങളും നേടിയ ഒരു ചിത്രമായിരുന്നല്ലോ അത്. അപ്പോൾ നസ്രിയ ഈ പട്ടികയിലുണ്ടോ? നടിമാരുടെ പട്ടികയിൽ ആരൊക്കെയാണ് നമുക്ക് സാധ്യത കൽപ്പിക്കാൻ കഴിയുക?
ARM എന്ന ചിത്രത്തിലെ സുരഭി ലക്ഷ്മിയുടെ പ്രകടനവും ഇതുപോലെ തന്നെ വലിയ രീതിയിൽ ചർച്ചയായിട്ടുണ്ടായിരുന്നു. പല കാലഘട്ടങ്ങളിലായിട്ടുള്ള അവരുടെ മാറ്റം, പല പ്രായങ്ങളിലേക്ക് വരുമ്പോഴുള്ള അവരിലുണ്ടാവുന്ന മാറ്റങ്ങൾ, ഗൂസ്ബം മൊമെന്റുകൾ തിയേറ്ററുകൾ സൃഷ്ടിക്കാനായിട്ട് അവരുടെ ഒരു കഥാപാത്രവും ഒരു നോട്ടവും വലിയ രീതിയിലുള്ള പ്രാധാന്യമാണ് സിനിമയിൽ ഉണ്ടാക്കിയിരുന്നത്. അതുപോലെ തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സൂക്ഷ്മദർശിനി എന്ന ചിത്രത്തിൽ വലിയ കാലഘട്ടത്തിന് ശേഷം നസ്രിയ തിരിച്ചു വരുന്നത് ഒരു വലിയ ഇമ്പാക്റ്റോടു കൂടെയാണ്. വളരെ പ്രേക്ഷകരെ ത്രസിപ്പിക്കുന്ന കഥാപാത്രം എന്നതിനപ്പുറത്തേക്ക് ഒരു കൊച്ചുകുട്ടിയുടെ അമ്മയുടെ കഥാപാത്രത്തിലേക്ക് വ്യത്യസ്തമായാണ് നസ്രിയ എത്തുന്നത്. വളരെ ക്യൂരിയസ് ആയ സൂക്ഷ്മ ദർശിനി പോലെ തന്നെയുള്ള ഒരു കഥാപാത്രമായി പ്രിയ എത്തിയത് വലിയ രീതിയിൽ പ്രേക്ഷകരിൽ ഇൻഫ്ലുവൻസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അവരുടെ പ്രകടനവും വലിയ രീതിയിൽ ശ്രദ്ധ നേടിയിട്ടുണ്ടായിരുന്നു. ഒപ്പം തന്നെ ഓർമ്മക്കുറവുള്ള കഥാപാത്രമായിക്കൊണ്ട് ജ്യോതിർമയിയുടെ പ്രകടനം, അവരും നീണ്ട കാലഘട്ടത്തിന് ശേഷമാണ് തിരിച്ച് സ്ക്രീനിലേക്ക് എത്തുന്നത്. അതും പ്രത്യേകം എടുത്തു പറയേണ്ടത് കേന്ദ്ര കഥാപാത്രമായിക്കൊണ്ട് അമൽ നീരദിന്റെ തന്നെ ചിത്രത്തിലാണ് അവർ തിരിച്ചെത്തുന്നത്. ആ കഥാപാത്രവും വലിയ രീതിയിൽ